വയനാട് തെരഞ്ഞെടും. ഞാൻ നിയമ നടപടിയേറ്റ് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ മറ്റുള്ളൊരു അസ്കർ ബാബുവിന്റെ പേരിൽ സൗദിയിൽ കേസാണ്. ഓന്റെ കഫീല് വത്താക്കന്റെ കോപ്പി വെച്ചിട്ടാണ് ഫസ്റ്റ് കന്ദ്ര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് വത്താക്കന്റെ കോപ്പിമേലാണ് പോയി ഇറങ്ങിയത്. ഇനി രണ്ടാം പ്രാവശ്യം ആ കേസ് കോടതിയിലേക്കാണ് എത്തിയത്. ഞാൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അഡ്വക്കറ്റിനെ വെച്ചിട്ട്. ഇനി നിയമ നടപടിയായിട്ട് കോടതിയിലാണ് ഉള്ളത്. 40,000 റിയാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് പണത്തിനെക്കാട്ടും വലുത് എന്റെ മാനാഭിമാനമാണ്. കാരണം എന്റെ വാപ്പ ഈ എത്തിമക്കൾ എന്നുള്ള തോതിൽ 25 പൈസ പോരും എന്റെ മക്കളെ വയറ്റിലാക്കരുത് എന്ന് പറഞ്ഞ വാപ്പന്റെ മോള് നാളെ പിറ്റേന്ന് ആരാണ്ടത് കട്ട് എന്ന് വിളിച്ച് പറയുമ്പോ എനിക്ക് അതിന്റെ സത്യാവസ്ഥ എന്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റുള്ളൂ. ഹായ് സീനായിക്കരപ്പടി, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള എന്താ വെച്ചാല്, ഒരു പൊടിക്ക് നിങ്ങൾ ഒരു മനുഷ്യന്മാർക്കൊരു സൗകര്യം കൊടുക്കി. തമാശ പറയല്ല, നിങ്ങളൊരു ചാരിറ്റി ഒലക്കന്നെ മൂടും. എന്നും ഇവലെ കച്ചറന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായാല്. ജബ്ബാർ പൈസ അവിടെ വാങ്ങി, എത്തിങ്ങാന കുട്ടിയൊക്കെ ഇങ്ങനെ വാങ്ങി അങ്ങനെ വാങ്ങി. പൊന്നാര പെണ്ണുങ്ങളെ സീനായിക്കരപ്പടി ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ചാരിറ്റി ആയിട്ട്. നിങ്ങളാരും ഏൽപ്പിച്ചിട്ടില്ല ചാരിറ്റി ചെയ്യാൻ. കൊടുക്കാൻ അറിയണോന് കൊടുക്കാൻ ഒരുപാട് അവസരമുണ്ട്. നമ്മളെ നാട്ടിലുണ്ട് ഒരുപാട് പാവങ്ങൾ. അപ്പൊ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ നേരിട്ട് കൊണ്ടു കൊടുത്തോളി. ഇവലൊക്കെ വന്ന് നിങ്ങളെ സമീപിച്ച് നിങ്ങൾ ഇവലടുത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇവര് തമ്മിൽ തല്ലായി, നാളെ കച്ചറായി, അടി പിടി. പിന്നെ മറ്റോൻ അത്ര വാങ്ങി, ഞാൻ പിന്നെ ലൈവ് ഇട്ട് വീഡിയോ ഇട്ടിട്ട് 1 കോടി കിട്ടി. ഇത് കൊടുക്കുന്ന ആൾക്കാർ വെറും പൊട്ടന്മാര്. കൊടുക്കുന്ന ആൾക്കാരെ പേരില്ല. പിന്നെ കൊടുത്ത ആൾക്കാർ എന്ത് കാണണം, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇപ്പലെ തല്ലു അടി കച്ചറി. ഓൾ അങ്ങനെയാണ്, ഓൾ ഇങ്ങനെയാണ്, മറ്റോൻ അങ്ങനെയാണ്. നിങ്ങളൊക്കെ ഞങ്ങൾ പറയാമല്ലോ എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ട് വല്ല തൊഴിലുറപ്പിന്റെ പണിക്കോ ഇനി എന്തെങ്കിലും പഠിച്ചിനെങ്കിലും വല്ല PSC പരീക്ഷ എഴുതേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ കുടുംബാക്കി പോയിക്കോളി. നിങ്ങൾ ഈ ചാരിറ്റിയിൽ വരാൻ ഏറ്റവും വലിയ കാരണം എന്താ, കൈയിട്ട് വരാൻ നല്ല സുഖം. അതില് പാവപ്പെട്ടവന്റെ പൈസ ഉണ്ടാവും, പൈസക്കാരന്റെ പൈസ ഉണ്ടാവും, ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ പൈസ ഉണ്ടാവും. അത് നല്ല കടിച്ചു പറിച്ച് വാങ്ങാൻ നല്ല സുഖമാണ്. ഞാൻ ഈ പെണ്ണിനെ വിമർശിക്കൊന്നുമല്ല കേട്ടോ, ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ഇതുമില്ല. ഈ പറയണെന്താ, ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇവര് തമ്മിൽ എന്തൊക്കെ അസഭ്യങ്ങളാ വിളിച്ചു പറയണത്, എന്തൊക്കെ പറയണത്. ഇത് മറ്റുള്ളവന്റെ പൈസ, മറ്റുള്ളവന്റെ രോഗം കാണിച്ച് വീഡിയോ ചെയ്തിട്ട് പാവപ്പെട്ട നല്ലവരായ ജനങ്ങളെ അയച്ചു കൊടുക്കുന്ന പൈസക്കാണ് കടിപിടി കൂട്ടുന്നത്. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഓളെ വാപ്പ പഠിപ്പിച്ചതാണ് എന്ത്, ഒരു പൈസ ഹലാലായിട്ട് ഒരു മനുഷ്യനെന്ന് വാങ്ങരുത്. എനിക്ക് തോന്നുന്നില്ല, ഞാനത് വിശ്വസിക്കണമൊന്നുമില്ല. അല്ല, വിശ്വസിക്കാൻ പറ്റിയ ഒരു അവസരമല്ല നിങ്ങളെ വർത്താനത്തിൽ നിന്നൊന്നും. തൊള്ള തുറന്ന തോണിയാസം പറയാ, ഓൻ അങ്ങനെയാണ്, പാവാട പൊന്തിച്ച് ഇങ്ങനെ പൊന്തിച്ച്. ഒരു നല്ല മനുഷ്യന്മാര് നമ്മളെ നാട്ടിലൊരു, ഞാൻ കണ്ടതിൽ ചാരിറ്റിയിൽ ഞാൻ കണ്ടത് കേട്ടോ, ഞാൻ ഇതുവരെ ഒരു തെറ്റായിട്ട് കാണാത്തൊരു സ്ത്രീ ഉണ്ടെങ്കിൽ നർഗീസ് ബീഗല്ലേ. ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല അതിനെപ്പറ്റി ആരൊന്നും പറയുന്നുണ്ട്. അത് ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഒരുപാട് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. അതിനൊന്നും ഒരു മനുഷ്യന്മാരും കാണല്ല. ഇങ്ങനത്തെ ഈ ചുരിദാർ ഇട്ടിട്ട് പിന്നെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താണ്, കടലല്ല കരയല്ല പെറ്റേത് കടലമ്മ എന്ന് പറഞ്ഞ പാട്ടിന് ഡാൻസും പാടി നടക്കണേ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ചാരിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാനി. തമാശ പറയല്ല. ഞാനെന്താ വെച്ചാൽ, ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇത് കുറേ ഐബല് തമ്മിൽ പിന്നെ വേറൊരുത്തം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കടന്നിട്ടല്ലേ സുഖം കിട്ടിയത്, അന്ന് ഇജ് എന്താന്ന് എനിക്കറിയാം, പിന്നെന്താ മൂലക്കൂരുണ്ടെന്ന് വരെ പറയുന്നുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല. അപ്പൊ നിങ്ങളൊക്കെ എന്താ വെച്ചാല്, ഒരു പൊടിക്ക് അടങ്ങിയാൽ നിങ്ങൾ ചാരിറ്റി ചെയ്യണ്ട. ഈ ചാരിറ്റി ഫിറോസ് കുന്നംപറമ്പിൽ വന്നതിന് ശേഷമാണ് ചാരിറ്റി ഇത്രയും സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന്. ഫിറോസ് കുന്നംപറ വന്ന് ഓൻ ഉണ്ടാക്കി ഓമല്ല എസ്കേപ്പായി. ഇപ്പോൾ ഓൻ്റെ വീഡിയോ എപ്പോഴേലൊക്കെ ഒരു വീഡിയോ അങ്ങനെ കാണാം. അപ്പൊ ഈ ആരാന്റെ പൈസ ആര് പറ്റിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ എന്താട്ടും അത് നിൽക്കും. ഞാൻ ആരും വിമർശിക്കല്ല കേട്ടോ. നിങ്ങൾ ഈ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ചെയ്യണ കാര്യത്തില് പിന്നീട് നിങ്ങളെ വീഡിയോ വേറെ ആൾക്കാർ നിങ്ങളെന്നെ കച്ചറി നായാട്ടുണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ ഫിറോസ് കുന്നംപറമ്പിലിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്, ഇങ്ങളെ പോലത്തെ ഒരുപാട് ആൾക്കാർ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മളെന്തായിട്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യണത്. അല്ലാണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് ചാരിറ്റി ചെയ്യുക ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല. നിങ്ങൾ ആരും ഒന്നും പറയൂല. ഒരിതും ചെയ്യാണ്ട് ആരും ഒന്നും പറയില്ല. അപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ചാരിറ്റി ചെയ്യേണ്ട നിർത്തിയാളി. നല്ല മനുഷ്യന്മാര്, നല്ല ആത്മാർത്ഥമുള്ള മനുഷ്യന്മാര്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടിൽ തന്നെ ആൾക്കാരുണ്ട്, ഓല് കൊണ്ടു കൊടുത്തോളും.
പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ പേരെ പോയിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടി അത് ഇങ്ങോട്ട് കൊടുക്കി, അത് ലേസം ഇങ്ങോട്ട് അപ്പുറത്തുള്ളവന് കൊടുക്കി. അതിൻ്റെ ഒന്നും ആവശ്യമല്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ ചാരിറ്റി നിങ്ങൾ ഈ ഫിറോസ് കുന്നംപറമ്പിലൊക്കെ വരുന്നതിന് മുന്നേ ഒരുപാട് ആൾക്കാർ ജീവിച്ച് മരിച്ചു പോയിന്. ഒരുപാട് ആൾക്കാർ, നമ്മളൊന്നും അറിയാത്ത ഇത്രയും ആൾക്കാർ ജീവിച്ച് മരിച്ചു പോയിന്. കുറേ ആൾക്കാർ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാവും. കുറേ നിങ്ങളിപ്പോൾ ചാരിറ്റി വന്നതിൻ്റെ ശേഷം ആൾക്കാർ മരിക്കണില്ലേ? ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് പട്ടിണി കിടന്ന ആൾക്കാർ മരിക്കില്ലേ? പിന്നെ നിങ്ങൾക്ക് അതിൽ വലിയൊരു കാര്യം പറയാനൊന്നുമില്ല. എല്ലാന്ന് ഒരു സൗകര്യം, ഒരു സമ്മാനം ആൾക്കാർക്ക് കൊടുത്താളി. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇവലിങ്ങോട്ട് വന്ന് 4-5 ആൾ കൂടി കൊലായിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ രോഗിയുണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് പറയുമ്പോൾ നിങ്ങൾ ഒരു പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കുക. ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് കയ്യേ പറ്റൂലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും പറഞ്ഞാച്ചിട്ട് ആ വീട്ടിൽ നേരിട്ട് കൊണ്ട് കൊടുത്താളി. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ പൈസ ഇത് നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ കേൾക്കണം. നാളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജബ്ബാർ 50 ആടാക്കി, ഞാൻ അവനെ വിടൂല. ഇവിടെ എത്ര വീഡിയോ ഞാൻ കണ്ടിന്, ഞാൻ അവനെ വിടൂല. ഞാൻ ഒരിക്കലും വിടൂല. അവരെ പിന്നാലെ ഞാൻ ഉണ്ടാവും. 2 കോടി കിട്ടിയ എത്തിയും കുട്ടികളെ പിന്നാലെ ഞാൻ ഉണ്ടാവും. ഇതൊക്കെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ അവസ്ഥ. അപ്പൊ ചാരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരിട്ട് കൊണ്ട് കൊടുത്താളി. പിന്നെ ചാരിറ്റി നിങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കലും പറയില്ല. 2-3 ഉറുപ്പ്യങ്ങളുണ്ടെങ്കിൽ അതിൽ 1 ഉറുപ്പ്യാണ് നിങ്ങൾ സഹായിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. പാവപ്പെട്ട ആൾക്കാർ, പടച്ചവന് പാവപ്പെട്ടവനെയും പൈസക്കാരനെയും പടച്ച തന്നെ എന്തിനാ? പൈസക്കാരൻ എന്താണ് ആ പൈസ കൊണ്ട് ചെയ്യേണ്ടത്? പാവപ്പെട്ടവനെ സഹായിക്കുന്നുണ്ടോ? ഇതൊക്കെ നോക്കാനാണ് പടച്ചോന്. അല്ലെങ്കിൽ എല്ലാവരെയും പൈസക്കാരനാക്കിയാൽ പോരെ. അതേമാതിരി എല്ലാവരെയും പാവപ്പെട്ടവനാക്കാനും പറ്റൂല. അപ്പോഴും ജീവിതം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അപ്പോൾ എല്ലാവരുടെ സ്നേഹം മാത്രം അല്ല. പിന്നെ ഇത് കുറേ ആയി ഇങ്ങനത്തെ ഒരേ വീഡിയോ കണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അല്ലാണ്ട് ഈ പെണ്ണോടൊക്കെ വ്യക്തിപരമായിട്ടോ ഒരു പ്രശ്നമല്ല. ഞാനിങ്ങനെ കാണലുണ്ട് എന്നല്ലാണ്ട് ഒരു ബന്ധമല്ല.